പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മത സ്തോത്ര പഠനത്തിൽ 17ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവലോ രവിദാസശ്ച കബീരോ ഗുരുനാനക നരസിസ് തുളസീദാസോ ദശമേഷോ ദൃഢവ്രതഃ. ഇതിൽ ദേവലോ രവിദാസശ്ച കബീരോ ഗുരുനാനക, ഗുരുനാനാക്കിനെ കുറിച്ച് വരെ നാം ഇന്നലെ വരെ ചിന്തിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് നർസി മേത്തയെ കുറിച്ചാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിലൂടെ ചെറുതായി കടന്നു പോകുന്നവർക്ക് പോലും വൈഷ്ണവ ജനതോ തേനേ കഹി യജേ എന്ന ഭജന അവഗണിക്കാനാവില്ല. ഗുജറാത്തിലെ സുപ്രസിദ്ധ വൈഷ്ണവ ഭക്തനായിരുന്ന നർസി മേത്തയുടേതാണ് ഈ രചന. 1413 ഗുജറാത്തിലെ ജുനാഗഡിൽ നാഗർ ബ്രാഹ്മണ സമുദായത്തിലാണ് ശ്രീകൃഷ്ണ ദാമോദർ ദാസിൻ്റെയും ലക്ഷ്മി ഗൗരിയുടെയും രണ്ടാമത്തെ പുത്രനായി നർസി മേത്ത ജനിച്ചത്. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടിയെ 17 വയസ്സ് മൂപ്പുള്ള ചേട്ടൻ വംശീധരനും അമ്മൂമ്മയുമാണ് വളർത്തിയത്. 8 വയസ്സുവരെ മിണ്ടാട്ടമില്ലാതിരുന്ന കുട്ടി എല്ലാവരും ഗൂഗ, അതായത് മൂക്കൻ എന്ന് വിളിച്ചു. 8ാമത്തെ വയസ്സിൽ കണ്ടുമുട്ടിയ ഒരു സന്യാസി കുട്ടിയുടെ ചെവിയിൽ രാധേ കൃഷ്ണ എന്ന് പറഞ്ഞതും കുട്ടി പാട്ടുപാടി നൃത്തം ചെയ്യാൻ തുടങ്ങി. അന്നു മുതൽ നർസി മേത്ത ശ്രീകൃഷ്ണ ഗീതങ്ങൾ പാടി നൃത്തം ചെയ്യുന്നത് ജീവിത വ്രതമാക്കി തീർത്തു. ചേട്ടത്തിയമ്മയുടെ എതിർപ്പ് സഹിക്കാനാവാതെ വീട് വിട്ട നർസി മേത്ത ഒരു ശിവക്ഷേത്രത്തിൽ തങ്ങി. ഗോപിചന്ദ് എന്ന തുറമുഖ നഗരത്തിലായിരുന്നു അത്. 7ാം ദിവസം പരമശിവൻ പ്രത്യക്ഷനായി നർസിയോട് ദ്വാരകയിലേക്ക് പോകാൻ പറഞ്ഞു. ദ്വാരകയിലെത്തിയ അദ്ദേഹം ശ്രീകൃഷ്ണ ദർശനവും നേടി രാസലീലയിൽ ദിവ്യനൃത്തവും ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തി. ചേട്ടത്തിയമ്മയുടെ കാൽ തൊട്ടു തൊഴുത് തൻ്റെ ഇത്ര പെട്ടെന്നുള്ള ആധ്യാത്മിക വിരോധിക്ക് കാരണമായതിന് നന്ദി പറഞ്ഞു. മണിക് ഗൗരി എന്ന യുവതിയെ വിവാഹം കഴിച്ച നർസി മേത്തയ്ക്ക് ശ്യാമൽദാസ്, കുർവഗൗരി എന്നീ 2 മക്കളുണ്ടായി. ഒരിക്കൽ ചേട്ടത്തമ്മയോട് ശണ്ടമൂത്ത് വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളുമായി ഇറങ്ങി ഒരു വഴിയമ്പലത്തിൽ താമസമാക്കി. മകളെ വിവാഹം കഴിച്ച യുവാവിൻ്റെ അച്ഛൻ പ്രസവശേഷം അയക്കുമ്പോൾ ധാരാളം ധനം കൊടുത്തയക്കാൻ ആവശ്യപ്പെട്ടു. നർസി മേത്ത നിർധനനാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തതിനാലായിരുന്നു ഈ ആവശ്യം. എന്നാൽ അവരെ അതിശയിപ്പിച്ചുകൊണ്ട് നർസി മകൾക്ക് ആവശ്യപ്പെട്ട ധനം നൽകി. വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നല്ല ജീവിതത്തിലുള്ള വ്യവസ്ഥയും ഒരു ഭക്തനിലൂടെ നൽകിയത് ശ്രീകൃഷ്ണനായിരുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശൃംഗാര രസമൂറുന്ന പദങ്ങൾ പാടിയതിനാൽ നർസിയെ നാഗർ സമുദായക്കാർ വെറുത്തു. മാത്രമല്ല, ശ്രീകൃഷ്ണ ഭക്തകളുടെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ നൃത്തം യാഥാസ്ഥിതികരും ശിവഭക്തരുമായിരുന്നവർക്ക് രസിച്ചില്ല. ചഞ്ചല എന്നൊരു വേശ്യയെ നർസി മേത്തയെ പരീക്ഷിക്കുവാൻ അവർ നിയോഗിച്ചു. നർസി മേത്തയുടെ സമീപത്തെത്തിയോടെ അവൾ ഉറച്ച ശ്രീകൃഷ്ണ ഭക്തയായി തീരുകയാണ് ചെയ്തത്. അയിത്ത നർസി മേത്തയ്ക്ക് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. എല്ലാവരും ഹരിയുടെ മക്കളാണെന്ന അർത്ഥത്തിൽ അദ്ദേഹം അവരെ ഹരിജനങ്ങൾ എന്ന് വിളിച്ചു. ഹരിജനം, ഹരിയുടെ മക്കൾ. അവർക്ക് ഭഗവത് കഥ കേൾക്കാനും സ്വർഗം പോകാനും അവകാശമുണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിപ്പിച്ചു. ഒരു ഹരിജന്റെ വീട്ടിൽ രാത്രി മുഴുവൻ ഹരികഥയും ഭജനയുമായി കഴിഞ്ഞ നർസി വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ജ്വരം മൂത്ത് മരണാസന്നയായ ഭാര്യയെയാണ്. വൈകാതെ അവർ വൈകുണ്ഠം പോവുകയും ചെയ്തു. ഒരിക്കൽ ഒരു ഹരിജന്റെ വീട്ടിൽ നർസി മേത്ത ഭക്ഷണം കഴിച്ചതിനാൽ നാഗർ സമുദായം അദ്ദേഹത്തെ സമുദായ ഭ്രഷ്ടനാക്കി. ബ്രാഹ്മണർ നടത്തിയ ഒരു വിരുന്നിൽ ഓരോ ബ്രാഹ്മണന്റെയും അരികിൽ ഓരോ ഹരിജൻ കാണപ്പെട്ടു. അമ്പരന്ന് പോയവർ നർസി മേത്തയെ ക്ഷണിച്ചു വരുത്തി വിരുന്നിൽ പങ്കെടുപ്പിച്ചു. എല്ലാവരിലും ഒരേ ഭഗവാനാണെന്നും ഐത്താചരണം നിർത്തലാക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ രാസലീലാ പദങ്ങൾ സുധാമചരിതം, ഗോവിന്ദ ഗമനം, സുരത ഗമന എന്നീ കൃതികൾ വളരെ പ്രസിദ്ധങ്ങളാണ്. അദ്ദേഹം ഗുജറാത്തി ഭാഷയിലെ ആദ്യ കവിയാണ്. ആദ്യ ഗുജറാത്തി സിനിമയും അദ്ദേഹത്തെ പറ്റിയുള്ളതാണ്. അമരനായ കൃഷ്ണഭക്തർ പാടിയ അഗിയാം ഹരിദർശൻ കോ പ്യാസി എന്ന ഗീതവും അമരമായി.
1480 സൗരാഷ്ട്രയിൽ വെച്ച് അദ്ദേഹം ഈ ജീവിതം ഇഹലോകവാസം അവസാനിപ്പിച്ച് സമാധിയായി തീർന്നു. സജ്ജനങ്ങളെ, ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നാം ഇന്നുവരെ പരിചയപ്പെടാത്ത ഒരുപാട് മഹാത്മാക്കളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ സർവ്വതോന്മുഖമായ ഉന്നതിക്ക് വേണ്ടി ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവരാണ്. എന്നാൽ പലരെയും നമ്മൾ അറിയാതെ പോയി. നാം പഠിച്ച ചരിത്രത്തിൽ ഇവർക്കൊന്നും സ്ഥാനമില്ലാതെ പോയി. ആയതിനാൽ ഏകാത്മതാ സ്തോത്രം തീർച്ചയായിട്ടും പ്രശസ്തരും അപ്രശസ്തരും എന്നാൽ ഈ രാഷ്ട്രത്തിനെ എല്ലാ തരത്തിലും ഉയർത്തുവാൻ പരിശ്രമിച്ച ഈ മഹാത്മാക്കളെ ദിവസം ഓർമ്മിപ്പിക്കുന്നതാണ്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.